നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയ പണിമുടക്ക് തുടരുന്നു. സംസ്ഥാനത്ത് പണിമുടക്ക് പൂർണ്ണം. പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ജനജീവിതം നിശ്ചലമായി. പ്രതിപക്ഷ തൊഴിലാളി സംഘടനകളുടെ 24 മണിക്കൂർ ദേശീയ പണിമുടക്ക്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനദ്രോഹ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് വിവിധ കേന്ദ്രങ്ങളിൽ സമരാനുകൂലികളുടെ പ്രതിഷേധ പരിപാടികൾ. നെൽ കർഷകർക്ക് നേരിയ ആശ്വാസം. കനറ ബാങ്ക് വഴി നെല്ല് വില വിതരണം പുനരാരംഭിക്കാൻ നടപടിയായി. ഏപ്രിൽ 25 വരെ അംഗീകരിച്ച PRSകളിൽ അടുത്ത ദിവസം മുതൽ നെല്ലുവില നൽകും. SBI വഴിയുള്ള വില വിതരണം പുനരാരംഭിക്കുന്നതായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നു. നിർമ്മാണം പൂർത്തിയായ മങ്കര പൂലോടി പരിയശ്ശേരി റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. റോഡ് നവീകരിച്ചത് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 20 ലക്ഷം രൂപ ചെലവിൽ. പ്രദേശത്തെ യാത്രാക്ലേശത്തിന് പരിഹാരം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ദേശീയ പണിമുടക്ക് പൂർണ്ണം. പാലക്കാട്, തൃശൂർ ജില്ലകൾ പണിമുടക്കിനെ തുടർന്ന് നിശ്ചലമായി. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനദ്രോഹ നയങ്ങൾക്കെതിരെയാണ് പണിമുടക്ക്. BMS ഒഴികെയുള്ള രാജ്യത്തെ 10 തൊഴിലാളി സംഘടനകളാണ് ദേശീയ പണിമുടക്കിൽ പങ്കെടുത്തത്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ രാജ്യത്തെ സംയുക്ത തൊഴിലാളി സംഘടനകളുടെ ആഭിമുഖ്യത്തിലാണ് പണിമുടക്ക്. ചൊവ്വാഴ്ച അർദ്ധരാത്രി ആരംഭിച്ച 24 മണിക്കൂർ പണിമുടക്കിൽ രാജ്യത്തെ കോടിക്കണക്കിന് തൊഴിലാളികൾ അണിചേരുന്നുണ്ട്. തൊഴിലാളികളുടെ അവകാശങ്ങളെ ഹനിക്കുന്ന പുതിയ തൊഴിൽ ചട്ടങ്ങൾ റദ്ദാക്കണമെന്നാണ് പ്രധാന ആവശ്യം. തൊഴിൽ, സാമൂഹ്യ സുരക്ഷയും മെച്ചപ്പെട്ട വേതനവും ആനുകൂല്യങ്ങളും ഉറപ്പാക്കണമെന്ന ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അവഗണിച്ചതിനെ തുടർന്നാണ് തൊഴിലാളി സംഘടനകളുടെ സംയുക്ത സമരസമിതി പണിമുടക്കിലേക്ക് നീങ്ങിയത്. CITU, INTUC, AITUC, HMS, SCWA, LPF, UTUC എന്നിവ ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ പണിമുടക്കിൽ അണിനിരന്നു. സംയുക്ത കിസാൻ മോർച്ച, റൂറൽ വർക്കർ യൂണിയൻ, റെയിൽവേ, NMDC ലിമിറ്റഡ്, സ്റ്റീൽ വ്യവസായം തുടങ്ങിയ പൊതുമേഖലയിലെ തൊഴിലാളികളും പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. പാർലമെന്റ് പാസാക്കിയ 4 പുതിയ തൊഴിൽ നിയമങ്ങളോടുള്ള തൊഴിലാളി സംഘടനകളുടെ എതിർപ്പുന്നയിച്ചാണ് പണിമുടക്ക് നടന്നത്. തൊഴിലാളി സംഘടനകളെ ഇല്ലാതാക്കുകയും ജോലി സമയം വർദ്ധിപ്പിക്കുകയും തൊഴിൽ നിയമങ്ങൾ ലംഘിക്കുന്ന തൊഴിലുടമകളെ പിഴകളിൽ നിന്ന് സംരക്ഷിക്കുകയും തൊഴിലാളികളുടെ അവകാശങ്ങൾ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നതാണ് 4 പുതിയ തൊഴിൽ നിയമങ്ങളെന്നാണ് ട്രേഡ് യൂണിയനുകളുടെ വാദം. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം, ജോലികൾക്ക് പുറം കരാർ നൽകൽ, കരാർ തൊഴിലാളികളെ നിയമിക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളും പണിമുടക്കിൽ തൊഴിലാളി സംഘടനകൾ ഉന്നയിച്ചു. തൊഴിൽ സുരക്ഷയ്ക്കും ന്യായമായ വേതനത്തിനും ഭീഷണിയാകുന്ന നയങ്ങളാണ് കേന്ദ്ര സർക്കാരിൻ്റേതെന്ന് തൊഴിലാളി സംഘടനാ നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ഗതാഗതം, ഇൻഷുറൻസ്, റെയിൽവേ, തപാൽ, പ്രതിരോധം, ഖനി, നിർമ്മാണം, ബാങ്കിംഗ്, വൈദ്യുതി, ഉരുക്ക്, ടെലികോം മേഖലകളിലെ തൊഴിലാളികൾ ദേശീയ പണിമുടക്കിൽ പങ്കെടുത്തു. സർക്കാർ ജീവനക്കാർ, ആശാ വർക്കർമാർ, അംഗൻവാടി ജീവനക്കാർ, ഉച്ചഭക്ഷണ തൊഴിലാളികൾ, ചെറുകിട കച്ചവടക്കാർ, ഓട്ടോ ടാക്സി ഡ്രൈവർമാർ, ബീഡി തൊഴിലാളികൾ തുടങ്ങിയവരും പണിമുടക്കിൽ അണിനിരന്നിരുന്നു. അസംഘടിത തൊഴിലാളികൾ ഉൾപ്പെടെ ദേശീയ പണിമുടക്കിൽ അണിചേർന്നു. ആശുപത്രി, മെഡിക്കൽ സ്റ്റോർ, ആംബുലൻസ്, മാധ്യമ സ്ഥാപനം, പാൽ വിതരണം ഉൾപ്പെടെ അവശ്യ സർവീസുകളെ ദേശീയ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കി. ആശുപത്രി, റെയിൽവേ സ്റ്റേഷൻ, വിമാനത്താവളം എന്നിവിടങ്ങളിലേക്കുള്ള ഗതാഗതത്തെയും മുൻകൂട്ടി നിശ്ചയിച്ച വിവാഹം, ടൂറിസം എന്നിവയെയും ഒഴിവാക്കിയിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സംയുക്ത തൊഴിലാളി സംഘടനകളെ പ്രഖ്യാപിച്ച 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് തൃശ്ശൂരിലും തുടരുന്നു. പണിമുടക്കിന്റെ ഭാഗമായി തൊഴിലാളികൾ വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനം നടത്തി. തൃശൂർ ജില്ലയിൽ ദേശീയ പണിമുടക്ക് പൂർണ്ണമാണ്. KSRTC സ്വകാര്യ ബസ്സുകൾ നിരത്തിലിറങ്ങിയില്ല. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. ചുരുക്കം ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലുള്ളത്. പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത തൊഴിലാളി യൂണിയന്റെ പ്രകടനങ്ങൾ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നടന്നു. തൃശൂർ KSRTC ഡിപ്പോയിൽ നിന്ന് ഓടാൻ ശ്രമിച്ച ബസ് പ്രതീകാത്മകമായി സമരാനുകൂലികൾ തടഞ്ഞു. തൃശൂർ ഡിപ്പോയിൽ നിന്ന് ചുരുക്കം ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. കേന്ദ്ര നയങ്ങൾക്കെതിരെ സംയുക്ത തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ച പണിമുടക്കിൽ നിന്ന് പാൽ, പത്രം, ഫയർഫോഴ്സ്, ആശുപത്രി എന്നിവയെ ഒഴിവാക്കിയിട്ടുണ്ട്. രാത്രി 12 വരെയാണ് പണിമുടക്ക്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അഖിലേന്ത്യാ പണിമുടക്കിന്റെ ഭാഗമായി ചെറുതുരുത്തിയിൽ CITU പ്രകടനവും പൊതുയോഗവും നടത്തി. CITUവിൽ അഫിലിയേറ്റ് ചെയ്ത വിവിധ സംഘടനകളിലെ തൊഴിലാളികൾ പങ്കെടുത്തു.
ചെറുതുരുത്തി സ്കൂൾ പരിസരത്ത് നിന്ന് തുടങ്ങിയ പ്രകടനം കൊച്ചിൻ പാലം ചുറ്റി ചെറുതുരുത്തി സെൻട്രൽ സമാപിച്ചു. പ്രതിഷേധ യോഗം CITU നേതാവ് VA ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നിരവധി കാലം ഈ തൊഴിലാളികൾ അവരുടെ അവകാശങ്ങളൊക്കെ നിയമമായി ആ തൊഴിൽ സംരക്ഷണ നിയമം നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ രാജ്യം. ആ നിയമങ്ങളാകെ ഒന്നൊന്നായി ഇല്ലാതെയാക്കി അതിനെ 4 കോഡുകളാക്കി കഴിഞ്ഞ നരേന്ദ്രമോദി ഗവൺമെൻറ് ഒരു ജനാധിപത്യ സംവിധാനവും കൂടാതെ പാർലമെൻറ്റിനകത്ത് പാസ്സാക്കിയെടുത്തിരിക്കുകയാണ്. ആ മൃഗീയ ഭൂരിപക്ഷത്തിൻ്റെ ബലത്തിൽ ആ പാസ്സാക്കിയെടുത്ത ആ ബില്ല് 4 മടക്കി അറ്റത്ത് വയ്ക്കുന്ന സ്ഥിതിയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടത്. എന്നാൽ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ഈ രണ്ടാം ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ അത് വീണ്ടും പൊടിതട്ടിയെടുത്ത് നടപ്പിലാക്കുന്നതിനുള്ള ദ്രുതഗതിയിലുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ലേബർ കോഡ് ആക്ട് പിൻവലിക്കണമെന്നാണ് ഈ സമരത്തിലൂടെ CITU ഉൾപ്പെടെയുള്ള സമര സംഘടനകൾ ആഹ്വാനം ചെയ്യുന്നത്. കോർഡിനേഷൻ കമ്മിറ്റി സെക്രട്ടറി ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ നേതാക്കളായ സാജൻ മാസ്റ്റർ, M സുലൈമാൻ, KR ഗിരീഷ്, CR സുധാകരൻ, CM റംല തുടങ്ങിയവർ പ്രസംഗിച്ചു. KP അനിൽ സ്വാഗതവും ജൂബിലി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ദേശീയ പണിമുടക്കിന് മുന്നോടിയായി മുരുക്കുംപറ്റയിൽ INTUC പന്തംകുളത്തി പ്രകടനം നടത്തി. INTUC അമ്പലപ്പാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം. കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് നടക്കുന്ന അഖിലേന്ത്യാ സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ചാണ് INTUC അമ്പലപ്പാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുരുക്കുംപറ്റയിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തിയത്. INTUC മണ്ഡലം പ്രസിഡന്റ് സൂര്യനാരായണൻ, STU നേതാവ് മൊയ്തീൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KK സാജൻ, ബ്ലോക്ക് സെക്രട്ടറി K കബീർ, ബഷീർ, അബ്ദുറഹ്മാൻ, അബ്ദുൽ ഖാദർ, ശിവദാസൻ, അസീസ്, വാപ്പു, രാജു, ഉണ്ണിക്കുട്ടൻ, ഷാജി, ഗോപാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. അതുപോലെ തന്നെ ഈ തൊഴിലാളികളുടെ ഈ സംയുക്തമായിട്ടുള്ള സമരത്തിന് നമ്മുടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. INTUC STU തൊഴിലാളികൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യവുമായി പാലക്കാട് UDTF-ന്റെ പന്തംകുളത്തി പ്രകടനം. ചൊവ്വാഴ്ച വൈകിട്ട് UDF അനുകൂല തൊഴിലാളി സംഘടനകൾ നഗരത്തിൽ പ്രകടനം നടത്തിയത്. പാലക്കാട് ടൗൺ നോർത്ത് മണ്ഡലം UDTF-ന്റെ നേതൃത്വത്തിലാണ് പന്തംകൊളുത്തി പ്രകടനം നടത്തിയത്. പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ് ഉദ്ഘാടനം ചെയ്തു. UDTF പ്രസിഡന്റ് KN സഹീർ അധ്യക്ഷത വഹിച്ചു. INTUC റീജിയണൽ പ്രസിഡന്റ് അനിൽ ബാലൻ, UDTF ജനറൽ സെക്രട്ടറി നിസാർ അസീസ്, STU മണ്ഡലം സെക്രട്ടറി K ഹസനുപ്പ, ജില്ലാ വൈസ് പ്രസിഡന്റ് അഷ്റഫ് പറക്കുന്നം, രമേശ് പുത്തൂർ, ഹരിദാസ് മച്ചിങ്ങൽ, ജലാൽ തങ്ങൾ, VM മുഹമ്മദുപ്പ, M റസൂൽ, PU ഷെറീഫ്, സുലൈമാൻ, A മൻസൂർ പറക്കുന്നം, റിയാസ് ഒലവക്കോട്, PS ജാഫർ, ഉമ്മർ, റഫീഖ്, ജംനാസ്, സഹീർ, മനാഫ്, ഷമീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ച് കേരളശ്ശേരി INTUC യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് പന്തംകുളത്തി പ്രകടനം നടത്തി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പങ്കജാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. INTUC പ്രസിഡന്റ് ആറുമുത്തു അധ്യക്ഷത വഹിച്ചു. KA സലീം, അബ്ദുൽ ഹക്കീം, PC രാമചന്ദ്രൻ, മധു തുടങ്ങിയവർ പ്രസംഗിച്ചു. കനറ ബാങ്ക് വഴി നെല്ലുവില വിതരണം പുനരാരംഭിക്കാൻ നടപടിയായി. ഏപ്രിൽ 25 വരെ അംഗീകരിച്ച PRSകളിലാണ് അടുത്ത ദിവസം മുതൽ നെല്ലുവില നൽകുക. കനറ ബാങ്ക് വഴി നെല്ലുവില വിതരണം പുനരാരംഭിക്കാൻ നടപടിയായത് വലിയൊരു വിഭാഗം കർഷകർക്ക് ആശ്വാസമായി. ഏപ്രിൽ 25 വരെ അംഗീകരിച്ച PRSകളിലാണ് അടുത്ത ദിവസം മുതൽ നെല്ലുവില നൽകുക. ഇതിനാവശ്യമായ തുക സപ്ലൈകോ നൽകിയിട്ടുണ്ട്.
SBI വഴിയുള്ള വില വിതരണം പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഏപ്രിൽ 25 വരെയുള്ള PRSകൾക്ക് നേരത്തെ തന്നെ അനുമതി ലഭിച്ചിരുന്നെങ്കിലും സപ്ലൈകോ നൽകിയ തുക തീർന്നതോടെ ബാങ്കുകൾ കഴിഞ്ഞ മാസം അവസാനത്തോടെ വില വിതരണം നിർത്തിവെച്ചിരുന്നു. SBI വഴിയുള്ള വില വിതരണം കൂടി ആരംഭിച്ചാലേ കാർഷിക മേഖലയിൽ പൂർണ്ണമായും ആശ്വാസമാകൂ. ഏപ്രിൽ 25 ശേഷം നൽകേണ്ടത് 263.87 കോടി രൂപയാണ്. ജില്ലയിൽ ഏപ്രിൽ 25 ശേഷമുള്ള PRSകളിൽ 35,966 കർഷകർക്ക് തുക നൽകണം. ഏപ്രിൽ 25 വരെ PRSകളിൽ 21,345 കൃഷിക്കാർക്കായി 143.81 കോടി രൂപ വിതരണം ചെയ്തു വരുന്നതിനിടെയാണ് വില വിതരണം സ്തംഭിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. നിർമ്മാണം പൂർത്തീകരിച്ച മങ്കര പൂലോടി പരിയശ്ശേരി റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. കോങ്ങാട് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരിച്ചത്. റോഡ് ഉദ്ഘാടനം അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി MLA നിർവഹിച്ചു. ഞങ്ങൾ ആ പദ്ധതി മറ്റ് പഞ്ചായത്തിൽ കൊടുക്കേണ്ടി വന്നു. തുടർന്നാണ് വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായത് പല പദ്ധതികളിലും. അതുകൊണ്ട് തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ചില കാര്യങ്ങൾ സ്പീഡായി നടന്നു വരികയാണ്. നമ്മുടെ ഇതേ മംഗല പഞ്ചായത്തിലാണ് നമ്മുടെ ബാങ്കിന്റെ സെക്രട്ടറി സുധീർ, അദ്ദേഹത്തിന്റെ അച്ഛൻ നമുക്ക് 1 ഏക്കർ സ്ഥലമാണ് ഒരു കുളം നിർമ്മിക്കുന്നതിന് വേണ്ടി നൽകിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ബജറ്റിൽ 1 കോടി രൂപ വകയിരുത്തി കെല്ലാണ് ആ വർക്ക് നിർവഹിക്കുന്നത്. അതിന് DPRും പ്ലാനും തയ്യാറാക്കിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നമ്മുടെ മങ്കര പഞ്ചായത്തിലെ ഒരു പൊതു സെന്ററായി കുളം എന്ന് പറയുന്നത് കുടിവെള്ളത്തിനും അതുപോലെ തന്നെ മറ്റ് ജലസേചന ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ അത് ഒരു ടൂറിസ്റ്റ് ആളുകൾക്ക് വൈകുന്നേരങ്ങളിൽ ചെന്നിരിക്കാൻ പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റുന്നതാണ്. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ അനിത, വൈസ് പ്രസിഡന്റ് മല്ലിക, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ EP സുരേഷ്, K. രാമചന്ദ്രൻ, ലോക്കൽ സെക്രട്ടറി ER ശശി, രാധാകൃഷ്ണൻ, S. ഹരിദാസ്, കണ്ണൻ എന്നിവർ സംസാരിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 20 ലക്ഷം രൂപ ചെലവിലാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മങ്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ ദിവസം വിജയോത്സവം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ നിർബന്ധമായി 1-ാം ക്ലാസ്സിൽ ചേരണം. 5 വയസ്സ് തികയാത്ത കുട്ടികൾക്ക് പഠിക്കാൻ ടീച്ചറോട് ചോദിച്ചു. ഇവിടെ നമ്മുടെ pre-KG തുടങ്ങി ഇല്ലേ, pre-KG ഉണ്ട്, അല്ലെങ്കിൽ LKG UKG പഠിക്കാം, അംഗൻവാടി പോവാം, ബാലവാടി പോവാം, വിജ്ഞാനവാടി പോവാം അല്ലേ, എവിടെയൊക്കെയാണ് സംവിധാനം. അപ്പൊ അതിനൊക്കെ മാറി നിർബന്ധമായ വിദ്യാഭ്യാസത്തിലേക്ക് നമ്മുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റം വന്നതോടുകൂടി വിജ്ഞാനമുള്ളൊരു തലമുറ ആർജിച്ചു വരികയാണ്. PTA പ്രസിഡന്റ് ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ SSLC, +2 വിജയികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. വാർഡംഗം KL ചന്ദ്രിക, MPTA പ്രസിഡന്റ് സലീന, SMC ചെയർപേഴ്സൺ ഷൈനി എന്നിവർ സംസാരിച്ചു. സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി ഡോക്ടറേറ്റ് നേടിയ രഞ്ജുവിനെ MLA ഉപഹാരം നൽകി അനുമോദിച്ചു. പ്രധാനാധ്യാപിക S. അജിത സ്വാഗതവും പ്രിൻസിപ്പൽ ഇൻചാർജ് ബീന നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭ ഒറ്റപ്പാലം താലൂക്ക് കുടുംബസംഘവും അനുമോദനവും കണ്ടേമ്പുറത്ത് നടന്നു. ഷൊർണൂർ MLA P. മമ്മുക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. പ്രധാനമായും കർണാടകയിലും അതുപോലെ തമിഴ്നാടും ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലുമൊക്കെ വളർന്നു പന്തലിച്ച് ശക്തിപ്പെട്ടു വരുന്ന ആ സംഘടനയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനാടിസ്ഥാനത്തിലും ജില്ലാടിസ്ഥാനത്തിലും അതിൻ്റെ സംഘടനാ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നു. അവരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി തന്നെയാണ് താലൂക്ക് അടിസ്ഥാനത്തിൽ ഈ സംഘം രൂപീകരിക്കപ്പെട്ടത്. സംഘത്തിന്റെ ആവിർഭാവവും അതിൻ്റെ വളർച്ചയും അതിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെ ആധികാരികമായി നിങ്ങളോട് സംസാരിക്കാൻ അതിൻ്റെ സംഘടനാ നേതൃത്വവും ഭാരവാഹികളും എല്ലാം ഉണ്ടെന്നാണ്. ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭ ഒറ്റപ്പാലം താലൂക്ക് പ്രസിഡന്റ് M. അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബിജു ചിക്കല്ലേൽ മുഖ്യപ്രഭാഷണം നടത്തി. ട്രഷറർ P. വിജയകുമാർ വിശിഷ്ട വ്യക്തികളെ ആദരിച്ചു. ജില്ലയുടെ ചുമതലയുള്ള സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. കൃഷ്ണദാസ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഉണ്ണികൃഷ്ണൻ അലനല്ലൂർ,
കെ മണികണ്ഠൻ, ജില്ലാ സെക്രട്ടറി എൻ രാധിക തുടങ്ങിയവർ പ്രസംഗിച്ചു. വീരശൈവരുടെ അനുബന്ധ വിഭാഗങ്ങൾക്ക് ആചാരാനുഷ്ഠാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജാതി സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്നും സമുദായത്തിലെ ഉപവിഭാഗങ്ങളുടെ പേരിൽ മറ്റ് സമുദായങ്ങൾ അവകാശവാദം ഉന്നയിക്കുന്നതിൽ നിന്ന് പിന്മാറണമെന്നും യോഗം ആവശ്യപ്പെട്ടു. വീരശൈവ അനുബന്ധ വിഭാഗങ്ങളെ OBC ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ മുൻകൈയെടുത്ത സർക്കാരിനെ യോഗം അഭിനന്ദിച്ചു. താലൂക്ക് സെക്രട്ടറി എസ് ശരത് സ്വാഗതവും ട്രഷറർ പി സന്ധ്യ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാർക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EP പോലോസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഭാനുരേഖ, P രമണി, ഡോക്ടർ രാജേഷ് ഓർത്തോ വിഭാഗം, ഡോക്ടർ നിമ്മി ENT വിഭാഗം, ഓഡിയോളജിസ്റ്റ് ഡോക്ടർ ഹസൻ, ICDS സൂപ്പർവൈസർ അനിത, ഭിന്നശേഷി കോർപ്പറേഷൻ കോർഡിനേറ്റർ ഗോകുൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയ പണിമുടക്ക് തുടരുന്നു. സംസ്ഥാനത്ത് പണിമുടക്ക് പൂർണ്ണം. പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ജനജീവിതം നിശ്ചലമായി. പ്രതിപക്ഷ തൊഴിലാളി സംഘടനകളുടെ 24 മണിക്കൂർ ദേശീയ പണിമുടക്ക്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനദ്രോഹ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് വിവിധ കേന്ദ്രങ്ങളിൽ സമരാനുകൂലികളുടെ പ്രതിഷേധ പരിപാടികൾ. നെൽ കർഷകർക്ക് നേരിയ ആശ്വാസം. കനറ ബാങ്ക് വഴി നെല്ലുവില വിതരണം പുനരാരംഭിക്കാൻ നടപടിയായി. ഏപ്രിൽ 25 വരെ അംഗീകരിച്ച PRSകളിൽ അടുത്ത ദിവസം മുതൽ നെല്ലുവില നൽകും. SBI വഴിയുള്ള വില വിതരണം പുനരാരംഭിക്കുന്നതായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നു. നിർമ്മാണം പൂർത്തിയായ മങ്കര പൂലോടി പരിയശ്ശേരി റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. റോഡ് നവീകരിച്ചത് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 20 ലക്ഷം രൂപ ചെലവിൽ. പ്രദേശത്തെ യാത്രാക്ലേശത്തിന് പരിഹാരം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു.